ദിനവൃത്താന്തം രണ്ടാം ദിനവൃത്താന്തം 10-ാം അധ്യായം. രാജ്യം പിളരുന്നു. റഹോബാമിനെ രാജാവാക്കുവാൻ ഇസ്രായേൽ ജനം ഷെക്കേമിൽ സമ്മേളിച്ചു. അവൻ അങ്ങോട്ട് ചെന്നു. നെബോത്തിൻ്റെ മകൻ യെറോബാം ഇത് കേട്ടിട്ട് ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നു. അവൻ സോളമൻ്റെ അടുത്തു നിന്ന് ഈജിപ്തിലേക്ക് ഒളിച്ചോടിയതായിരുന്നു. അവർ അവനെ ആളയച്ചു വരുത്തി. യെറോബാമിനെയും ഇസ്രായേൽ ജനവും റഹോബാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടി. ആ ഭാരിച്ച നുകവും കഠിനവേലയും ലഘൂകരിച്ച് തരിക. എന്നാൽ ഞങ്ങൾ അങ്ങയെ സേവിക്കാം. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുവിൻ. റഹോബാം അവനോട് പറഞ്ഞു. ജനം പിരിഞ്ഞുപോയി. അപ്പോൾ റഹോബാം രാജാവ് തൻ്റെ പിതാവായ സോളമൻ്റെ വൃദ്ധനായ ഉപദേശകന്മാരോട് ആലോചിച്ചു, ഈ ജനത്തിന് എന്തുത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, അങ്ങ് ഈ ജനത്തോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. എന്നാൽ പക്വമതിയായ അവരുടെ ഉപദേശം നിരസിച്ച് തന്നോടൊത്ത് വളർന്ന പാർശ്വവർത്തികളായ ചെറുപ്പക്കാരോട് അവൻ ആലോചിച്ചു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ച നുകം ലഘൂകരിക്കുക എന്ന് പറയുക. ഈ ജനത്തിന് എന്ത് മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവരോടൊത്ത് വളർന്ന ആ ചെറുപ്പക്കാർ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടി. അങ്ങ് അത് കുറച്ച് തരണമെന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക, എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ വലുതാണ്. അവൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു, ഞാൻ മുൾച്ചാട്ട കൊണ്ട് അടിക്കും. 3-ാം ദിവസം വീണ്ടും വരുവിൻ എന്ന് രാജാവ് പറഞ്ഞതനുസരിച്ച് യെറോബാമും ജനവും റഹോബാമിൻ്റെ അടുത്ത് ചെന്നു. രാജാവ് അവരോട് പരുഷമായി സംസാരിച്ചു. പ്രായമായവരുടെ ഉപദേശം ത്യജിച്ച് ചെറുപ്പക്കാരുടെ വാക്ക് കേട്ട് റഹോബാം രാജാവ് അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾച്ചാട്ട കൊണ്ടടിക്കും. രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല. നബാത്തിൻ്റെ മകനായ യെറോബാമിനോട് ഷീലോമിനായ അഹിയ മുഖേന കർത്താവ് അരുളി ചെയ്ത് നിറവേറ്റുന്നതാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് ഇടയാക്കിയത്. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ലെന്ന് കണ്ട ജനം പറഞ്ഞു, ദാവീദ് മായി ഞങ്ങൾക്കെന്ത് ബന്ധം? യെസ്സേമിൻ്റെ പുത്രൻ ഞങ്ങൾക്കെന്ത് അവകാശം? ഇസ്രായേലി കൂടാരത്തിലേക്ക് മടങ്ങുക. ദാവീദ് നിൻ്റെ കാര്യം നോക്കിക്കൊള്ളുക. ഇസ്രായേലിയർ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. റഹോബാം യൂദാ നഗരത്തിൽ പാർത്തിരുന്ന ഇസ്രായേലിനെ ഭരിച്ചു. പിന്നീട് റഹോബാം അടിമകളുടെ മേൽനോട്ടക്കാരനായ ഹദോമിനെ ഇസ്രായേലിൻ്റെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നു. റഹോബാം രാജാവ് തിടുക്കത്തിൽ തേരിൽ ജെറുസലേമിലേക്ക് പോയി. ഇസ്രായേലിയർ ഇന്നും ദാവീദിൻ്റെ ഭവനത്തോട് മത്സരത്തിലാണ്. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.